ചിരിച്ചിരിച്ച് മടുത്തു കേട്ടോ. ആ സീൻ നല്ല രസമുണ്ടായിരുന്നു. സൽമാനൊന്നുമില്ല, പോയി പറ. ഇന്ന് വേണ്ട. എന്താണെന്ന് പ്രശ്നം? എന്താ എടാ ഇന്ന് പറഞ്ഞ സീനെന്ന് അറിയാവാ? നാളെ ശനി ഞായർ 2 ദിവസം അവധിയാ. അപ്പൊ നാളെ പറയാൻ എങ്ങനെ പറഞ്ഞ ഞാൻ 2 ദിവസം എങ്ങനെ കിടന്നുറങ്ങും? നീ എന്തൊക്കെയാണ് ആലോചിച്ച് വെച്ചേക്കണം? നാളെ ശനിയാഴ്ച ക്ലാസ് ഒക്കെ ഉണ്ട്, പോയി പറ. എടാ പറയണ. പോയി പറയണ്ട. ഇല്ലടാ എനിക്ക് പേടി. പോയി പറ. അർച്ചന ഒരു കാര്യം പറയാനുണ്ട്. ആ പറഞ്ഞു. അതായത് ആ 50 രൂപ അല്ലേ? കുഴപ്പമില്ല കാർത്തി, അത് ഞാൻ കളഞ്ഞു എന്ന് വിചാരിച്ചോളാം. ശരി. നീ പറഞ്ഞ അവളെന്ത് പറഞ്ഞു? നീ ഒന്ന് മനസ്സിലാവണ ഭാഷ പറ. എടാ അവള് മറ്റേ 50 രൂപയുടെ കാര്യമൊക്കെ ചോദിക്കണം. നീ ഒറ്റ ദേ വെറുതെ എന്നെ കുറ്റം പറഞ്ഞാണല്ലോ. പറയാൻ പറ്റൂലെങ്കിൽ പറ, ഞാൻ പോയി പറയാം. പോയി പറ. പറ. ഞാൻ പോയി പറയും. ഞാൻ പോയി പറയൂട്ടാ. മാറിക്കടാ. എടാ നീ എന്തിനാടാ എപ്പോഴും ഇങ്ങനെ മുമ്പിലേക്ക് നാളെ സ്നേഹിക്കണവനെ വേറെ ഇഷ്ടം എന്ന് പറയാ നട്ടല്ലാത്തവനെ. കാർത്തി ഇപ്പൊ ഒന്ന് മാത്സിന്റെ ഡൗട്ടൊക്കെ ചോദിക്കണം. ഓ ഇതായിരുന്നോ? ഇനിയിപ്പോ ബാലൻസ് എങ്ങനെ തരും? ഞാൻ ഒരു കാര്യം കൂടെ പറയണ്ടായിരുന്നു. എന്താ? ഞാനിപ്പോ ഒന്ന് പെട്ടെന്ന് പറയൂ, എനിക്ക് വീട്ടിൽ പോണം. അതായത് അർച്ചനോട് ഞാൻ അധികം മിണ്ടാത്ത വേറെ ഒന്നും കൊണ്ടല്ലോ. അർച്ചന മറ്റുള്ള ബോയ്സിനെ കാണുന്ന പോലെ എന്നെ കാണാണ്ടിരിക്കാൻ വേണ്ടിയാണ്. അർച്ചനയ്ക്ക് എന്റെ മനസ്സിൽ പ്രത്യേക ഒരു സ്ഥാനമുണ്ട്. അതുപോലത്തെ സ്ഥാനം എനിക്ക് അർച്ചനയുടെ മനസ്സിലാണ്. ഐ ലവ് യു. ബാലൻസ് ചെയ്യാൻ പിന്നെ തരാം. എടാ എന്താടാ? അത് നടക്കില്ലടാ അർച്ചന. എന്തായിരുന്നു? പിന്നെ തരാം. ബാലൻസ് പിന്നെ തരാം. ആയിരിക്കടാ, നീ നോക്കിക്കോ. ഒരു ദിവസം കഴിഞ്ഞു, ഇതുവരെ അവൾ നിന്റെ അടുത്ത് വന്നിട്ടൊന്നും മിണ്ട് പോയിട്ടൊന്നും നോക്കുപോലും ചെയ്തിട്ടില്ല. ഇങ്ങനെ പോയാൽ നീ ജീവിതകാലം മുഴുവൻ ഉറപ്പിച്ചിരിക്കേണ്ടി വരൂട്ടോ കാർത്തി. അവളെ എന്നെ തരണം ഞാൻ സ്വപ്നം വേണ്ടി. ഒരാൾ ഇഷ്ടാന്ന് പറഞ്ഞാൽ അയാളുടെ കരണത്തടിക്കേണ്ട കാര്യമൊന്നുമില്ല. നിന്റെ ശബ്ദം പെണ്ണായ. ഞാൻ എന്നാ ടോയ്ലറ്റിൽ പോയിട്ട് വരാല്ലേ? പോയിട്ട് വരാല്ലേ? പോയിട്ട് തന്നെ എനിക്ക് മുട്ടുണ്ട്. ബാലൻസ് അർച്ചനക്കറിയോ ഈ പ്രേമിക്കുന്നതിന്റെ മനസ്സിൽ കാളേനെ പോലെ അവന് ഇഷ്ടം തുറന്നു പറഞ്ഞ പിന്നെ ആ കളയ്ക്ക് ഭ്രാന്ത്. പിന്നെ ഒരു മറുപടി കിട്ടുന്നവർ ആ കാള ഇങ്ങനെ തേരപ്പന അടക്കും ഭ്രാന്ത് പിടിച്ചോണ്ട്. ഇപ്പൊ അർച്ചന ആ കാളയ്ക്ക് ഒരു കാളക്കല്ല എനിക്കൊരു പോസിറ്റീവ് റിപ്ലൈ തരുവാണെങ്കിൽ എനിക്ക് ആ കാളേനെ അടിച്ചു വിടും. അല്ലെങ്കിൽ ആ കാള എന്നെ കൊണ്ട് ആ കാളേനെ കഴിച്ചിട്ടേക്ക് കാർത്തി. ആ കാളേനെ കഴിച്ചിട്ടേക്കുന്നേ. അയ്യോതേ വലിച്ചത് കാരണം കുത്തിയിരിക്കുന്നു. എന്തു പറഞ്ഞു? കാളനഴിച്ചിട്ടോളാൻ പറഞ്ഞു. കാളനഴിച്ചിട്ടോളാൻ പറഞ്ഞു. നിനക്കെത്ര ഭ്രാന്താ? അന്നെനിക്കുണ്ടായ സന്തോഷം പിന്നെ ജീവിതത്തിൽ കിട്ടിയിട്ടില്ല. ഒരുമാതിരി ഒബാമയുടെ അരഞ്ഞാണം കെട്ട കള്ളന് കിട്ടിയ സന്തോഷം അതുപോലെ ഉണ്ടായിട്ടില്ല.